ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല നാടൻ മുരിങ്ങയില കറിയും അതുപോലെ തന്നെ മെഴുക്കുപുരട്ടിയാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ലഞ്ച് മെനു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അര കപ്പിനേക്കാൾ കുറവ് തോരപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ മതിയാവും. വെന്ത് കുഴഞ്ഞു പോകരുത്. ഞാനിപ്പോൾ ഇത് നാളികേരം അരച്ച കറിയാവുക കാരണമാണ് കുറച്ച് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കപ്പ് ഫുള്ളായിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് വെന്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്കതൊന്ന് ഉരസി ചേർക്കാം. പരിപ്പൊന്ന് ഉടച്ചു കൊടുക്കാം വേണമെങ്കിൽ. അതായത് ഇങ്ങനെ വല്ലാതെ കട്ടിയാവരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങയിലയാണ് ചേർക്കുന്നത്. അപ്പം മുരിങ്ങയില നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ചൂടുള്ള വെള്ളമൊക്കെ ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർക്കുക. അപ്പം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. കുറേ നേരം വേവിക്കരുത്, അതിൻ്റെ കളറ് മാറും, പിന്നെ ടേസ്റ്റും പോവും. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. ഒരു 1/2 കപ്പ് നാളികേരം, പിന്നെ അതിലേക്ക് ഒരു 2 ചുള ചുവന്നുള്ളി, പിന്നെ ഒരു നുള്ള് ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നല്ല മിനുസായിട്ട് അരച്ചിട്ട് അതിലേക്ക് ചേർക്കാം. നാളികേരം ചേർത്തതിന് ശേഷം കുറേ നേരമായിട്ട് തിളപ്പിക്കരുത്, പിന്നെ അതിങ്ങനെ പിരിഞ്ഞു പോലെ പോയ പോലെ നമുക്ക് തോന്നും. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് തിള വരുമ്പോൾ അത് ഓഫ് ചെയ്യുക. അത്രയും മതി. ആ ജീരകത്തിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറിയാൽ മതി. ഇനി ഇതിലേക്ക് വറവിടാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ചേർക്കുക. ചില ഇടങ്ങളിലൊന്നും കടുക് വറുത്തിടില്ല, അതായത് ചുവന്നുള്ളി മാത്രമേ ഇടുള്ളൂ. ഞാനിപ്പോൾ കടുകും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ മെയിനായിട്ട് ആ ചുവന്നുള്ളി വറുത്തിടുന്ന ആ ഒരു ഫ്ലേവറാണ് കൂടുതൽ ടേസ്റ്റ്. ഒരു 2-3 വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്ലേവർ ഇതിൻ്റെ ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുക. അവസാനം ഉണക്കമുളകും കൂടിയും ചേർക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് കറിയിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റെങ്കിലും ഇത് അടച്ചു വെക്കണം. അതിന് ശേഷമാണ് ഉപയോഗിക്കാവൂ. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കയ്പക്ക മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഇതിന് മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കയ്പക്ക മെഴുക്കുപുരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. എന്നാലും ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറയാം. ഒരു 300 അല്ലെങ്കിൽ 350 ഗ്രാം കയ്പക്ക എടുക്കുക. എന്നിട്ട് ഇങ്ങനെ നല്ല നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുക. നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എളുപ്പ പണിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഒരു 1-2 സവാള ഇടുക. പിന്നെ കയ്പയ്ക്ക കൂടുതൽ ഇങ്ങനെ കയ്പുണ്ടെങ്കിൽ സവാള ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കയ്പ് ബാലൻസ് ആവും. കാരണം സവാള പറഞ്ഞാൽ കുറച്ച് മധുരം ഉണ്ടല്ലോ. പിന്നെ 2-3 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ലേശം വെള്ളം, ഒരു 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെയൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ടല്ലോ. മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ, ഓവറായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യരുത്. കൂടുതൽ സോഫ്റ്റ് ആവാൻ പാടില്ല. പാകത്തിന് സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ വെന്തിട്ടുണ്ട്. ആ വെള്ളമൊക്കെ കറക്റ്റാണ് ഞാൻ ഒഴിച്ചിരുന്നത്. അപ്പോൾ വെള്ളം അധികമൊന്നുമില്ല. ഇനി വെള്ളം അധികം ഉണ്ടെങ്കിൽ ഒന്ന് ഫ്ലെയിം കൂടുതൽ വെച്ചിട്ട് അത് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ കണ്ടില്ലേ, വെന്ത് കുഴയരുത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്കിത് മെഴുക്കുപുരട്ടി ഉണ്ടാക്കുമ്പോൾ ഉടഞ്ഞു പോവും. ഇതാ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെയൊക്കെ കടുക് ചേർക്കാം. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടിയും ചേർക്കാം കേട്ടോ, ചതച്ചത്. കറിവേപ്പില, പിന്നെ ഒരു പിടി ചുവന്നുള്ളി ചതച്ചത് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ഈ കയ്പയ്ക്ക വേവിച്ചത് ചേർത്തിട്ട് നന്നായിട്ട് വറ്റിച്ച് നല്ല മെഴുക്ക് പുരട്ടിയാക്കിയിട്ട് എടുക്കുക, ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. അത്രയേ ഉള്ളൂ.
ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് ചതച്ചത് ചേർക്കാം. അപ്പോൾ ഇതാ മെഴുക്ക് പുരട്ടി റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് വിളമ്പി കാണിക്കാം. ചോറ്, പിന്നെ ഇതാ കറി വിളമ്പി. അപ്പം നിങ്ങളൊക്കെ ഇതിനേക്കാൾ കൂടുതൽ കറികളൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും. ഞാനങ്ങനെ കുറേ കറികളൊന്നും ഒരേ സമയം ഉണ്ടാക്കാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്ന കറി ഒന്നോ രണ്ടായാലും അത് നേരാവണ്ണം പോലെ ഉണ്ടാക്കുക, അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ കുറച്ച് മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ദിവസം മുന്നേ. പിന്നെ കുറച്ച് തൈര്, കാരണം മുരിങ്ങയില കുറച്ച് ചൂടൊക്കെ അല്ലേ. തൈരിനേക്കാൾ എപ്പോഴും നല്ലത് മോരാണ് കേട്ടോ, ആരോഗ്യത്തിന് കൂടുതൽ നല്ലത് മോരാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഓംലെറ്റൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഓംലെറ്റ് വയ്ക്കാം. പിന്നെ പപ്പടം ഇഷ്ടമാണെങ്കിൽ അത് വയ്ക്കാം. പിന്നെ കൊണ്ടാട്ടമുളക്, അതായത് തൈരുമുളക്, അതൊക്കെ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇപ്പോൾ ഈ കയ്പയ്ക്ക മെഴുക്ക് പുരട്ടിക്ക് പുറമേ ഇതിൻ്റെ കൂടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയൊക്കെ മുരിങ്ങയില കറിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.